അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. അപ്പോൾ എന്നും ഉള്ളതുപോലെ തന്നെ ഇന്നും എൻ്റെ വീട്ടിൽ രാവിലത്തെ കുറച്ച് തിരക്കിട്ട വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ രാവിലെ ഇന്ന് ആപ്പം തന്നെ ആയിരുന്നു കേട്ടോ, വെള്ളപ്പമായിരുന്നു. വെള്ളപ്പവും പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അത് കുറച്ച് ഉണക്കമീൻ കറി വയ്ക്കാനാണ്. ഇന്നലെ ഉണക്കമീൻ മേടിച്ചതിൽ ഒരു 4-5 ഉണക്കമീൻ ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് വെണ്ടയ്ക്കൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് പുളി ഒഴിച്ച് വെക്കാനാണ്. തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതും കൂടെ നല്ലോണം വഴറ്റി പാകത്തിന് പുളിവെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ മീനും ഇട്ട് കൊടുക്കാനായിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്കും ഒപ്പം ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വെണ്ടയ്ക്കൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ വേഗം ഒന്ന് ഇങ്ങനെ മൂത്ത് വരും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഉണക്കമീനുണ്ട്, ഒരു 5-6 ഉണക്കമീൻ തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു തേങ്ങയില്ലാതെ ഇങ്ങനെ ഉണക്കമീൻ പുളിവെള്ളമായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഇത്ര നേരത്തെ എണീക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട്. ടാപ്പിങ് സീസൺ ആകുന്ന സമയത്തൊക്കെ നേരത്തെ എണീക്കും, അതുപോലെ തന്നെ നേരത്തെ കിടക്കുകയും ചെയ്യും കേട്ടോ. ഞങ്ങളൊരു 7 മണി 7:30 ആകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കും. ഇഷാ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കിടക്കും. ഒരു 9 മണി ആകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ കിടക്കും കേട്ടോ. അപ്പോഴേ നമുക്ക് നേരത്തെ എണീക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വിറകൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നത്, അതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. തോട്ടത്തിൽ വിറക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ നമ്മളുടെ വീട്ടിലെത്തണ്ടേ, അപ്പോൾ ഒക്കെ ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ ഇട്ട ടൈറ്റിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് നമ്മുടെ സൗന്ദര്യ ഡ്രീം വേൾഡ് ഉണ്ടല്ലോ, ഇപ്പോൾ മോനായി ഡ്രീം വേൾഡ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. രാവിലെയും രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് സ്റ്റാറ്റസൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ സുഹൃത്താണ് കേട്ടോ എന്നോടത് പറഞ്ഞത്. അതുപോലെ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ, അപ്പോഴല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് അങ്ങോട്ട് തിരുത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ. അതിൽ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടാണ്ട് അയ്യാൻകുട്ടി അവനെ വന്നിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അടിക്കും തല്ലും ചവിട്ടും കുത്തും എന്ന് പറഞ്ഞ പോലെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്നും എപ്പോഴും അവനിങ്ങനെ ഇടങ്ങേറാക്കിക്കൊണ്ടേയിരിക്കണ്ട, ചെറുത് കൊടുത്തിട്ട് വലുത് മേടിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് കേട്ടോ. അപ്പോൾ അവനെ രണ്ടുപേരും കൂടെ അവിടെ കളിയാണ്. അപ്പോൾ ഈ സമയം ഞാൻ സമയം നോക്കിയിട്ടാണ് കേട്ടോ ഓരോ പണികളും ചെയ്ത് തീർക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാലെടുക്കാനൊക്കെ പോയിട്ടൊക്കെ വന്നു. പിന്നെ അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണ്. മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഞാനും ഒക്കെയാണ്. അയ്യാൻകുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. തലേ ദിവസത്തെ കുറച്ച് സാമ്പാറും ഉണ്ട്, പിന്നെ ഇന്ന് വെച്ച കുറച്ച് ഉണക്കമീൻ കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിമുളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിമുളിയൊന്നും അങ്ങനെ കഴിക്കില്ല. മാത്രമല്ല ഉണക്കമീൻ കറി വെച്ചാൽ ആ കറി മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. ഉണക്കമീനൊന്നും അധികം അവരൊന്നും കഴിക്കില്ല. പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കൊള്ളിക്കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ ചക്കരവള്ളിക്കിഴങ്ങും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്കരവള്ളിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ വേഗം അത് രണ്ടും വെട്ടി ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ ചമ്മന്തി അവർ വരുന്ന നേരത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കൊള്ളിക്കിഴങ്ങ് വേവിച്ചത് കുറച്ച് വെന്ത് പോയിട്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മധുരക്കിഴങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതിനെ പറയുന്നത് ചക്കരവള്ളിക്കിഴങ്ങെന്നാണ്. അപ്പോൾ കുറച്ച് കാന്താരിമുളക് തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കാന്താരിമുളകും ചെറിയുള്ളിയും ലേശം പുളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇടികല്ലിലിട്ടിട്ട് നല്ലൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ ഇത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ആ സമയമൊക്കെ മറന്നുപോയി. പിന്നെ അവർ വന്നത് ഒരേ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണിക്ക് ചായക്ക് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ അവിടെ. അപ്പോൾ നല്ല കൊള്ളിക്കിഴങ്ങും ചക്കരവള്ളിക്കിഴങ്ങും ഇടികല്ലിലിട്ട് അരച്ച ചമ്മന്തിയും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നേരത്തെ എണീറ്റ് മഞ്ഞൊക്കെ നല്ലപോലെ കൊള്ളുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ കഫത്തിൻ്റെ ശല്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ട്, അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ചമ്മന്തി ചോറിനാണെങ്കിലും അടിപൊളിയായിരിക്കില്ല. അപ്പോൾ ഈ ചമ്മന്തിൻ്റെ കൂട്ടിന് ആർക്കും പറഞ്ഞു തരുമൊന്നും വേണ്ട, എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും, എല്ലാവരും ഇത് ഉണ്ടാക്കുന്നതുമായിരിക്കില്ലേ. അപ്പോൾ കൊള്ളിക്കിഴങ്ങിനൊക്കെ പറ്റിയൊരു ചമ്മന്തിയാണല്ലേ ഇത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ വായിക്കൂടെ നല്ല വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാന്താരി മുളകിൻ്റെ എരിവും ആ ഒരു മണമൊക്കെ അടിക്കുമ്പോൾ
നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.